ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി പി കുട്ടൻ തന്നെ ചേരുകയാണ്. കുട്ടൻ, എന്തെങ്കിലും മറുപടി എം.കെ. മുനീറിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഈ ഗൗരവമുള്ള വിഷയത്തിൽ? അജിംഷാദ്, മറുപടി ഇതുവരെയും, അതായത് എം.കെ. മുനീറിൻ്റെയോ ലീഗ് നേതാക്കളുടെയോ ഭാഗത്തു നിന്നും അത്തരമൊരു പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ ഇന്നലെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഇവിടുത്തെ പ്രാദേശിക മുസ്ലിം ലീഗ്, യൂത്ത് ലീഗിൻ്റെ ഒക്കെ നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് കഴിഞ്ഞുപോയ കേസല്ലേ, പണ്ടുണ്ടായിരുന്ന കേസാണല്ലോ, ഇപ്പോൾ വളരെ ആക്റ്റീവായി പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ് അബുലൈസ് എന്നൊക്കെയുള്ള വാദങ്ങളാണ് അവർ അണിനിരത്തുന്നത്. ഏതായാലും വലിയ രീതിയിൽ സംശയാസ്പദം തന്നെയാണ് എം.കെ. മുനീറിനെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ തന്നെ മണ്ഡലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയുടെ മുഖ്യ സംഘാടകനായി, ഗവേണിംഗ് ബോഡി അംഗമായി ഒരു കുപ്രസിദ്ധനായ ഒരു സ്വർണ്ണക്കടത്ത് കേസുകളിൽ പ്രതിയായ ഒരാളെ ഉൾപ്പെടുത്തി എന്നെ സംബന്ധിച്ച് വളരെ ദുരൂഹത തന്നെയാണ് അതിനകത്തുള്ളത്. അബുലൈസിൻ്റെ ഒരു പശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കസ്റ്റംസ് തന്നെ വളരെ കാലമായി പറയുന്നൊരു കാര്യമുണ്ട്. കേരളത്തിനകത്തും പുറത്തുമൊക്കെയുള്ള വിമാനത്താവളങ്ങൾ വഴി സ്വർണ്ണക്കടത്ത് നടന്നതിലെ പ്രധാനപ്പെട്ട ഒരു പങ്കാളി എന്നുള്ളത് അബുലൈസാണ്. കൊഫേപ്പോസ വഴി തടങ്കലിട്ട ആളാണ്, അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ കൊഫേപ്പോസ വഴി തടങ്കലിട്ട ആളാണ് അബുലൈസ്. അത്തരം ഒരാളെയാണ് ഈ ഗവേണിംഗ് ബോഡിയിൽ നാലാമനായി അദ്ദേഹം നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യം. ഈ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ എം.കെ. മുനീർ MLA ആണ്. ജനറൽ കൺവീനർ ഇക്ബാൽ അമാന, അതായത് അമാന ഗ്രൂപ്പിൻ്റെ MD ആയ ഇക്ബാലാണ് ഈ പദ്ധതിയുടെ ജനറൽ കൺവീനർ. വൈസ് ചെയർമാൻ നസീഫ് കൊടുവള്ളിയാണ്, അതായത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ നേതാവ് കൂടിയായ നസീഫാണ് ഈ പദ്ധതിയുടെ വൈസ് ചെയർമാൻ. ഇവരെ കൂടാതെ 11 അംഗ ഗവേണിംഗ് ബോഡി അംഗങ്ങളുണ്ട്. ഈ പദ്ധതി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആയിട്ട് സാമ്പത്തിക സമാഹരണം ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ 11 അംഗ ഗവേണിംഗ് ബോഡിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ 4ാമത്തെ പേരുകാരനാണ് അബുലൈസ്. അതായത് ഇത്രയും ഒരു പശ്ചാത്തലം, ഇങ്ങനെയൊരു പശ്ചാത്തലം, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമുള്ള ഒരാളെ തന്നെയാണ് തൻ്റെ ഈ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട നടത്തിപ്പിക്കാരനായി വെച്ചത് എന്നുള്ള അതുമായി ബന്ധപ്പെട്ട് എന്തായാലും എം.കെ. മുനീർ മാത്രമല്ല, ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം, അതോടൊപ്പം തന്നെ UDFൻ്റെ നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ മറുപടി പറയേണ്ടി വരും അജിംഷാദ്. തീർച്ചയായും, കാരണം ഈ ഗൾഫ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് അത് നാടിന് വലിയ ആപത്തുണ്ടാക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എം.കെ. മുനീറിനെ പോലെ ഒരു മുൻ മന്ത്രി, മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവ് CH മുഹമ്മദ് കോയയുടെ മകൻ, ഇതൊക്കെ ഉള്ള എം.കെ. മുനീർ അതിൽ കൈകോർക്കുന്നു എന്നുള്ളത്. ആ പദ്ധതിയിൽ തന്നെ പ്രധാന സംഘാടകനായ ഒരു സ്വർണ്ണക്കടത്തുകാരൻ എങ്ങനെ വരുന്നു? അത് വളരെ ഗൗരവമായ വിഷയമാണ്. അത് അവിടെ ഇപ്പോൾ എം.കെ. മുനീറിൻ്റെ ഈ വിഷയത്തിൽ പ്രാദേശിക മുസ്ലിം ലീഗ് നേതൃത്വം കുട്ടനോട് നൽകിയ വിവരത്തിൽ തൃപ്തികരമാകുന്ന ഒന്നല്ല മറുപടി. കഴിഞ്ഞുപോയ കേസ് എന്ന അർത്ഥത്തിൽ തള്ളിക്കളയാവുന്നതല്ല. ഇത് നാടിന് ആപത്തുണ്ടാക്കുന്ന സ്വർണ്ണക്കടത്തിലുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെ ബന്ധം പോലും സംശയിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നതാണ്. കാരണം ഇത്തരത്തിൽ ഗൗരവമുള്ള ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് എം.കെ. മുനീർ പരസ്യമായി ഈ പദ്ധതിയെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വീഡിയോ നാം കണ്ടു. അതിലൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നത് അത് ഒരു മുസ്ലിം ലീഗിൻ്റെ സേവന പ്രവർത്തനം എന്ന അർത്ഥത്തിൽ കൂടിയാണ് എം.കെ. മുനീർ നയിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയുള്ള ഒന്നിലേക്കാണ് ഇങ്ങനെ ഒരു മുസ്ലിം ലീഗ് നേതാവ് എത്തുന്നത്. അത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ്, മാത്രമല്ല കോഫാപ്പോസ പ്രകാരം ജയിൽവാസം അനുഭവിച്ച ഒരു പ്രതിയാണ്. അപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സംഭവ വികാസങ്ങളിൽ സംശയത്തിൻ്റെ നിഴലിലേക്കാണ്. അത് വിശദീകരണം മുസ്ലിം ലീഗിൻ്റെയും എം.കെ. മുനീറിൻ്റെയും അനിവാര്യമാണ്. ജിംഷാദ്, അതീവ ഗുരുതരമാണ് ഈ വിഷയം. കാരണം അബുലൈസ് ഈ ഗവേണിംഗ് ബോഡിയിൽ എങ്ങനെ വന്നു എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം എം.കെ. മുനീറിനെ പോലെ കേരളത്തിൽ വളരെ പേരുകേട്ട ഒരു ലീഗ് നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു വിഷയം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ചെയർമാനായിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. അതായത് കൊടുവള്ളി മണ്ഡലത്തിലെ, നമുക്ക് കേട്ടാൽ നല്ല പദ്ധതിയാണെന്ന് തോന്നും, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനം പറഞ്ഞ 100-ലധികം പേർക്ക് ഈ പദ്ധതി പ്രകാരം ജോലി ലഭിച്ചു എന്നൊക്കെയാണ്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത്തരമൊരു കാര്യത്തിനകത്ത് എങ്ങനെയാണ് ഇത്തരമൊരു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട ഗവേണിംഗ് ബോഡി അംഗമായി വന്നു എന്നുള്ളത് വലിയ രീതിയിൽ സംശയാസ്പദമാണ്. ഒരുപക്ഷെ പദ്ധതി പോലും സംശയത്തിൻ്റെ നിഴലിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വിവരങ്ങൾ ഇപ്പോൾ ഉള്ളത്. കാരണം വിദേശത്തേക്ക് ജോലി തേടി പോകുന്ന, വിസിറ്റിംഗ് വിസയിൽ പോകുന്ന യുവാക്കൾക്ക് 2 മാസത്തെ താമസ സൗകര്യം അവിടെ ഒരുക്കും എന്നുള്ളതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ ചെയർമാനായി എം.കെ. മുനീർ, ഇതിൻ്റെ ജനറൽ കൺവീനറായി അമാന ഗ്രൂപ്പിൻ്റെ MD ഇക്ബാലാണ്. അതോടൊപ്പം തന്നെ 11 അംഗ ഗവേണിംഗ് ബോഡിയുണ്ട്. അതിനകത്ത് അബുലൈസ് വരുന്നു. ഇനിയിപ്പോൾ ഈ 11 അംഗ ഈ ഗവേണിംഗ് ബോഡിയിലെ മറ്റുള്ളവരുടെ വിശദാംശങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം അടിമുടി സംശയാസ്പദമായ ഒരു സംവിധാനമാണ് ഇത് അജിംഷാദ്.
തീർച്ചയായും പി വി കുട്ടൻ, കാരണം ഈ പദ്ധതിയിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി എങ്ങനെ ഉൾപ്പെട്ടു എന്നത് ഈ പദ്ധതിയുടെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്വർണ്ണക്കടത്തിൻ്റെ പണം ഉപയോഗിച്ചിട്ടുണ്ടോ, അത് എം കെ മുനീറിന് അറിവുള്ളതാണോ? എം കെ മുനീർ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു കോഫാപ്പോസ പ്രകാരം ജയിൽവാസം അനുഷ്ഠിച്ച ഒരു പ്രതിയുമായി ഈ പദ്ധതി നടപ്പാക്കി മുമ്പോട്ട് പോകുന്നത്? ഇങ്ങനെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരം പദ്ധതിയുടെ മറവിൽ സ്വർണം കടത്തിയ പണം വെളുപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഇതിൻ്റെ ബാക്കി പത്രമായി എത്തുകയാണ്. അതൊരു നിസ്സാരമല്ല. ഒരുപക്ഷെ പി വി കുട്ടൻ. അജിംഷാദ്, സ്വാഭാവികമായും ഈ വാർത്ത കേൾക്കുന്ന, ഈ വിവരങ്ങൾ അറിയുന്ന മലയാളി സ്വാഭാവികമായും ഉയർത്തുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അജിംഷാദ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഒരു സുതാര്യത ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് നമുക്ക് മറുപടി പറയാൻ സാധിക്കില്ല. കാരണം ഇത് സ്വർണ്ണക്കടത്തിൻ്റെ പണമാണോ എന്നും നമുക്കറിയില്ല. കാരണം ഈ പദ്ധതി ഒരു നല്ല രീതിയിലുള്ള പദ്ധതിയാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ദുരൂഹതകളൊക്കെ ഇത്തരത്തിൽ ദുരൂഹതകളൊക്കെ ഉയർന്നു വരുമ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ടതും പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കേണ്ടതും എം കെ മുനീർ. തീർച്ചയായും അത് തന്നെയാണ് അടിവരയിടേണ്ടത്. ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇനി വ്യക്തമാക്കേണ്ടത് എം കെ മുനീർ എന്ന മുതിർന്ന മുസ്ലിം ലീഗ് നേതാവാണ്, മുൻ മന്ത്രിയാണ്, അപ്പോൾ മുസ്ലിം ലീഗ് തന്നെയുമാണ്. ഒരുപക്ഷെ പി വി കുട്ടനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.